കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെക്ക് ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നന്ദി ആ സത്യങ്ങളൊക്കെ അറിയുവാണ്. നന്ദിയോട് മിഥുൻ പറയാണ്, ഗാഥ എന്ന പെൺകുട്ടി ആരാന്ന് നിനക്കറിയാവോ? അത് നിന്റെ അച്ഛൻ സ്ഥിരമായി പോവാറില്ലേ? ആ വീട്ടിലെ പെൺകുട്ടിയാന്ന് പറയാ. ഇത് കേട്ടത് ഒരു നിമിഷത്തേക്ക് അന്തം വിട്ടുപോയി. നീ എന്തൊക്കെയാ ഇതിനെ പറയണേന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞ സത്യമാണ്. ഇനിയിപ്പം നിനക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അന്വേഷിച്ച് നോക്കിയാൽ മതി എന്ന് പറയണം. പക്ഷെ എനിക്ക് അവരെക്കുറിച്ച് കൂടുതൽ അറിയണം. ഇതിനെ അവരാരാന്നും എന്താന്നും എൻ്റെ അച്ഛനുമായിട്ടുള്ള ബന്ധം എന്താന്നും എനിക്ക് അറിയണം. പക്ഷെ എനിക്ക് അവിടെ പോകണമെന്ന് പറയാം. എനിക്ക് നിന്റെ സഹായം വേണമെന്ന് പറയാം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല നന്ദ. അങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യവരത്തിലുള്ള ഒരാൾ അങ്ങോട്ട് ചെല്ലുക, ഇന്ത്യവരത്തിലാണ് ചെന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ ഭൂകമ്പം തന്നെ നടക്കുമെന്ന് പറയാണ്. അതെന്താ അങ്ങനെ? അതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലായിക്കോളൂന്ന് പറയാണ്. അപ്പൊ അച്ഛൻ എന്തുകൊണ്ടാ പിന്നെ അവിടെ പോണേ? അങ്ങനെയുള്ള നൂറ് സംശയങ്ങളൊക്കെ നന്ദയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. നന്ദ പറഞ്ഞു, എനിക്ക് എന്താണെങ്കിലും അവിടെ പോയേ തീരുള്ളൂ. സത്യങ്ങളൊക്കെ അറിയണം. ഗാഥയ്ക്ക് സംഭവിച്ച എന്താണെന്നറിയണം. ഒരു പക്ഷേങ്കിൽ ഗാഥേനെ ഇല്ലാതാക്കാനായിട്ട് ബാലായ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഗാഥനെ എനിക്ക് രക്ഷിക്കണം. അതിപ്പം അച്ഛൻ അവിടെ പോകുന്നതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അവൾക്ക് ഒരു കാരണവശാലും ആപത്തും വരില്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇനി സമാധാനത്തോടെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ബാലാജിയുടെ പിടിയിൽ നിന്ന് എനിക്ക് ഗാഥനെ രക്ഷിക്കണമെന്ന് പറയാം. നന്ദ, നീ ഉദ്ദേശിക്കുന്ന പോലെ എത്ര എളുപ്പമുള്ള കാര്യമല്ല. ബാലാജിനെ നിനക്ക് അറിയാലോ, അയാൾ കൊടും ക്രിമിനലാന്ന് പറയാണ്. അതൊന്നും എനിക്ക് ബാധകമല്ല. എനിക്ക് ആ കുട്ടിയെ കാണണം. ആ കുട്ടിയുടെ വീടും ആ കുട്ടിയുടെ അമ്മേനെ കാണണം. എനിക്ക് സംസാരിക്കണമെന്ന് പറയാണ്. ശരി, എന്തേലും വഴിയുണ്ടാക്കാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ വീട്ടിൽ നിന്ന് എല്ലാവരും പുറത്തു പോകുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും അടവ് പറഞ്ഞ് വീട്ടിലിരിക്കാം. നിന്നെ ഞാൻ വിളിക്കാം, നീ എന്നെ വന്ന് കൊണ്ടുപോയാൽ മതി എന്ന് പറയാണ്. ശരി, നീ വിളിച്ചേരെ എന്ന് പറയാണ്. പക്ഷെ മിഥുനും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന നന്ദ നേരെ വീട്ടിലേക്ക് വരുമായിരുന്നു. ഈ സമയത്താണെങ്കിൽ വാവച്ചൻ നേരെ മഹേന്ദ്ര അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മഹേന്ദ്രൻ ആകെപ്പാടെ തലയ്ക്ക് ചൂട് പിടിച്ചിരിക്കുക. ഇവിടെ വന്നപ്പോ തൊട്ട് എങ്ങനെ ഇവറ്റങ്ങളെ കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയേ മതിയുള്ളൂ. ഇനി ഇവരിവിടെ നിൽക്കുന്ന അപകടമാണ്. നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു, തന്നെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ മിക്കവാറും അറിയും. അതൊക്കെ ലക്ഷ്മിക്കൊന്നും താങ്ങാൻ കഴിയില്ല. അങ്ങനെയൊക്കെ ഓർത്ത് തല പോയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വാവച്ചൻ അങ്ങോട്ട് വരുന്നത്. വാവച്ചൻ വന്നപ്പോൾ തന്നെ മഹേഷ് എന്തായി കാര്യങ്ങൾ? ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടത്തിയെന്ന് ചോദിക്കണം. സാറേ, അത് പിന്നെ അല്ലേ, ഇവിടെയുള്ള കുട്ടിയുണ്ടല്ലോ നന്ദ, അവളാണ് വീണ്ടും ആ ബാലാജിയുമായിട്ട് കയറി ഉടക്കിയിട്ടായിരിക്കുന്നത്. പിന്നീട് അവളുമായിട്ട് ഗാഥയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറയാം. എൻ്റെ ഭഗവാനെ, ഇവളിത് എന്ത് ഭാവിച്ചത്? ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ ഗാഥയുടെ ജീവൻ വരെ അപകടത്തിലാന്ന് പറയാണ്. വെല്ലുവിളിച്ചേക്കും. ഇവിടെ നന്ദമോളുടെ കാര്യം അറിയാലോ, എന്താ സംഭവിക്കാൻ പോകുന്ന പറയാൻ പറ്റില്ല. ബാലാജിയെ കുറിച്ച് അറിയാലോ, അയാൾ അത്രയ്ക്ക് വലിയ കൊടും ക്രിമിനലാന്ന് പറയാണ്. അതെ, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ ഉള്ളവർ എത്ര നിർബന്ധിച്ചെന്ന് പറഞ്ഞാലും എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഒഴിവാക്കാൻ നോക്കണം. ആ എസ്റ്റേറ്റ് കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. അതിനു മുമ്പ് എവിടുന്നേലും എങ്ങനെയല്ലേ ഞങ്ങൾക്ക് പോകണമെന്ന് പറയാം. വാപ്പച്ചിന് കാര്യങ്ങളൊക്കെ അറിയാലോ. ഇനിയിപ്പം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കള്ളത്തരങ്ങളൊക്കെ അവർ പിടിക്കുമെന്ന് പറയാം. അതൊക്കെ ഈ വാവച്ചനോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല സാറേ. സാറ് ധൈര്യമായിട്ടിരിക്കുക, സാറിനൊന്നും സംഭവിക്കില്ല, ഞാൻ നോക്കിക്കോളാം. ഈ വാവച്ചനല്ലേ, വാവച്ചനൊരു കാര്യം ഏറ്റാന്ന് പറയാണ്. പിന്നെ അറിയാലോ, ഒരു കാരണവശാൽ ആ വീടിന്റെ പരിസരത്തേക്ക് എങ്ങും ഇവിടെയുള്ള ആരും പോകാതെ ചുറ്റിക്കറങ്ങുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് പോലും പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയാണ്. ഗാഥയുടെ വീടാണ് ഉദ്ദേശിച്ചത്. അതൊന്നും സാർ പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് വാവച്ചൻ അങ്ങോട്ട് പോവാണ്. എന്നാലും മഹേഷിന്റെ ഉള്ളിൽ ആ ടെൻഷൻ അങ്ങ് മാറുന്നുണ്ടായിരുന്നില്ല. മഹേഷിന് ഭയങ്കര ചിന്ത, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയേ മതിയാവുള്ളൂ. ഈ സമയത്ത് പിങ്കി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും മഹേഷിനും വല്യച്ഛൻ ഇങ്ങോട്ട് വന്നത്? ഈ റിസോർട്ടിലേക്ക് വന്നേ, എസ്റ്റേറ്റിലേക്ക് പോയി താമസിക്കാന്ന് പറഞ്ഞ ഇനിയിപ്പൊ അരുന്ധതി വല്യമ്മ പറഞ്ഞാൽ എന്തെങ്കിലും സത്യം ഉണ്ടായിരിക്കോ പോലും. കുറെ തേക്കുതടികളൊക്കെയാ മോഷണം പോയിരിക്കുന്നേ. പക്ഷെങ്കിൽ അതിന് വല്യച്ഛൻ എന്തെങ്കിലും പങ്കുണ്ടോന്ന് അറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. വല്യമ്മ പോകുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളായിരുന്നു അതൊക്കെ. ആരാണ് ഇവിടെ മോഷ്ടിച്ചിരിക്കുന്നത്? വരുമാനം ഒന്നും കിട്ടിയിരുന്നില്ലെന്ന് സത്യമായിരിക്കോ? എന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ആ സത്യങ്ങളൊക്കെ കണ്ടെത്തണം എന്നൊക്കെ ഓർത്തുകൊണ്ട് പിങ്കി അങ്ങനെ ചെറിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദ ഇങ്ങനെ മുറിയിരുന്ന് ആലോചിക്കുക, ഇനി എന്ത് ചെയ്യും? മിഥുന്റെ ഒപ്പം പോണെങ്കിൽ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ ഒരു വഴിയില്ല. ഇനിയിപ്പോൾ എല്ലാവരും പുറത്തു പോകുന്ന സമയത്ത് വേണം ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പക്ഷെ എന്ത് പറഞ്ഞ് എല്ലാവരും ഒന്ന് വിശ്വസിപ്പിക്കും? ഈ സമയത്ത് ലക്ഷ്മിയമ്മ അങ്ങോട്ട് വന്നിട്ട് പറയാണ്, അതെ പിങ്കിയോട് പറയാണ്, പിങ്കിമോളെ റെഡി ആയിക്കോ, നമുക്ക് പുറത്തു പോകാന്ന് പറയാണ്. അല്ല, എങ്ങോട്ടാ ലക്ഷ്മിയമ്മ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല,
പുറത്ത് പോകണമെന്നല്ലേ പറഞ്ഞത്. ഇതേ പവിത്രയാവണേ ഇപ്പൊ റെഡി ആയി കഴിഞ്ഞു, ഇവിടെയൊക്കെ ചുറ്റി കാണുമെന്ന് പറഞ്ഞു. നമ്മുടെ എസ്റ്റേറ്റിലേക്ക് പോകണ്ടേ, എസ്റ്റേറ്റ് ഒക്കെ കാണണ്ടേന്ന് ചോദിക്കുകയാണ്. ശരി ശരി, ഞാനിപ്പോൾ റെഡി ആവാന്ന് പറയാണ്. മഹേഷിന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, മഹേശ്വരേട്ടാ, അല്ല ഇതെന്താ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണേ? വന്നപ്പോ തൊട്ട് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്ന കേട്ടോ, എപ്പോ നോക്കിയാലും എണ്ണ ആലോചന മാത്രമേ ഉള്ളൂ. എന്തേലും പ്രശ്നമുണ്ടോ? ഇനിയിപ്പൊ എന്തേലും ഏട്ടൻ കള്ളത്തരം എന്തേലും കാണിച്ചിട്ടുണ്ടോ അതാണെന്ന് ചോദിക്കുകയാണ്. എന്റെ ലക്ഷ്മി, നീ ഒന്ന് പൊക്കെ, മനുഷ്യരുടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. അതെന്താ അങ്ങനെ? അല്ല, മഹേശ്വരൻ തെറ്റും ചെയ്തിട്ടെന്ന് എല്ലാരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം മഹേശ്വരനല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്ന ഏട്ടൻ ചോദിക്കുകയാണ്. നീ വിശ്വസിക്കുന്നുണ്ടോ ലക്ഷ്മി ഞാൻ തെറ്റൊക്കെ ചെയ്ത്? ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല. എനിക്ക് എന്റെ ഏട്ടനെ വിശ്വാസമെന്ന് പറയണേ. ഇത്രയും കാലം ഇന്ത്യവരത്തിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഏട്ടനല്ലേ. ഏട്ടത്തി ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു. ഏട്ടത്തിക്ക് ഇതുവരെയായിട്ടൊരു സംശയം ഉണ്ടായിട്ടില്ല. പിന്നെ ഇവർക്ക് കണക്കുകളിലൊക്കെ കുറച്ച് മിസ്റ്റേക്ക് വന്നല്ലേ ഉള്ളൂ. അതിന് ഒരു പക്ഷേ ബാബച്ചനാണെങ്കിലോ തിരിമറി നിർത്തിയത്. അതിന് ഏട്ടന്റെ തല കെട്ടിവെക്കാനായിരിക്കും മിക്കവാറും ശ്രമം. അതുകൊണ്ട് ഈ കാര്യം നമുക്ക് തെളിയിക്കണമെന്ന് പറയണം. പക്ഷെ മഹേശൻ ആ പടെ പെട്ടുപോയി. മഹേശന്റെ ഈ വെപ്രാളം കണ്ടപ്പോൾ തന്നെ ലക്ഷ്മിക്ക് ഒരു പന്തിയോട് തോന്നി. മഹേശോട് ചോദിക്കും, നീ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടേ പറ, നമുക്ക് നമ്മുടെ മോനോട് പറഞ്ഞ പ്രശ്നം അങ്ങോട്ട് സോൾവ് ചെയ്യാന്ന് പറയാണ്. ഈ സമയം മഹേശ്വരൻ പറയുന്നത്, എനിക്ക് വേറെ ഒരു പ്രശ്നമില്ല, എനിക്ക് ആ നന്ദയുടെ കാര്യം ഓർത്തിട്ടാ ടെൻഷൻ. ആ ബാലാജി ഉണ്ടല്ലോ, നീ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല, അവന് ക്രിമിനലാ. അവനെ കുറിച്ച് നിനക്കൊന്നും അറിയത്തില്ലാഞ്ഞിട്ടാന്ന് പറയണം. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഗൗതമ്മനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ എന്ന് ലക്ഷ്മിയമ്മ ചോദിക്കുന്നത്. ശരിയാ, ഗൗതമിനെ വിളിച്ച് പറയാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു പക്ഷെ ഇവിടെ ആരൊക്കെ ഇനി ഇന്ത്യവരത്തിലേക്ക് തിരിച്ചു പോകുന്നു പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്റെ ഭഗവാനെ, ഞാൻ എന്തൊക്കെയാ കേൾക്കണേ. അതെ, എല്ലാം നന്ദയുടെ കുഴപ്പം കൊണ്ടാ. അവൾക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മര്യാദയ്ക്ക് വന്നിട്ട് പോയാൽ പോരായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട തന്നെ ഒരു കാര്യമില്ലായിരുന്നു. എന്തേലും കാള പെറ്റെന്നോർത്ത് ഉടനെ കയറെടുക്കാനായിട്ട് ഇരിക്കുക. എന്റെ പേര് സംശയമാണെന്ന് പറഞ്ഞില്ല ഇങ്ങോട്ട് പോകുന്നത്. എന്നിട്ടിപ്പൊ എങ്ങനെയായി? ഇപ്പൊ വേണ്ടാത്ത ഊരാക്കുടികളൊക്കെ ചെന്ന് ചാടുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയമ്മേനെ കുറ്റപ്പെടുത്തുമായിരുന്നു. ലക്ഷ്മിയമ്മ പറഞ്ഞു, അതെ പിള്ളേരെല്ലാം അവിടെ കാത്തിരിക്കുവോ പുറത്ത് പോകാനായിട്ട്, ബാ നമുക്ക് പോകാന്ന് പറയാണ്. മഹേശ്വരൻ മനസ്സിലോടെ അകത്തേക്ക് കയറി ചെല്ലുവാണ്. പിന്നീട് എല്ലാം റെഡിയായി കഴിഞ്ഞു. നന്ദേനെ കാണുന്നില്ല. നന്ദ ഇത് എവിടെ പോയി നോർത്തിന് മുറിയിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും നന്ദ മൂടി പൊതച്ച് കിടക്കുവാണ്. അയ്യോ, ഇതെന്താ പറ്റി? നന്ദമോളെ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കും. നന്ദയുടെ അടുത്തേക്ക് എന്ന് ദേഹത്തൊടുവാണ്. അമ്മ എനിക്ക് എന്താന്ന് അറിയത്തില്ല, വല്ലാത്തൊരു പനിക്കോളൊക്കെയാണ്, നല്ല തലവേദനയുണ്ട്, നെറ്റിയെ തൊട്ട് നോക്കണം. അധികം ചൂടൊന്നും ഇല്ല. അതേമ്മേ, പക്ഷെ എനിക്ക് നല്ല തലവേദന എടുക്കുന്നെന്ന് പറയാം. ബാ മോളെ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോകാം. എസ്റ്റേറ്റിലൊക്കെ പോകണ്ടേന്ന് ചോദിക്കണം. അമ്മേ, നിങ്ങൾ പോയിട്ടോ, ഞാൻ ഇവിടെ കിടന്നോളാം എന്ന് പറയണേ. ആഹാ, അത് നല്ല കഥയായിപ്പോയി. നിന്നെ ഇവിടെ ഇട്ട് തനിയെ പോകാൻ പറ്റുമോ? അന്നൊരു കാര്യം, ആരും പോകുന്നില്ലെന്ന് വെക്കാം. അത് വേണ്ട, അമ്മ പൊക്കോ. അല്ല നിനക്ക് വയ്യെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെയാ പോണേന്ന് ചോദിക്കാണ്. എൻ്റെ ഗുളികയൊക്കെ ഉണ്ടായിരുന്നു, ഞാനത് എടുത്ത് കഴിച്ചെന്ന് പറയണം. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പൊക്കോളും. പിന്നെ എനിക്ക് നടക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞേ. മോളെ നന്ദേന്ന് സൂക്ഷിക്കണം. ഇവിടെ ഇരുന്നാൽ ഈ അമ്മയ്ക്ക് പോയിട്ട് സമാധാനം കാണത്തില്ലെന്ന് പറയാണ്. അമ്മ എന്തിനമ്മ ഇങ്ങനെ പേടിക്കുന്നേ? ബാലാജിനെ ഓർത്തിട്ടാണോ? എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മോളെ ജനലും കഥമൊക്കെ നന്നായിട്ട് കുറ്റിയിട്ടിരിക്കണം കേട്ടോ. ആര് വന്ന് വിളിച്ചാലും കഥ തുറക്കരുത്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം. പിന്നെ പവിത്ര, പിങ്കി അവരെല്ലാം കൂടെ പോകാൻ വേണ്ടി നോക്കിയിരിക്കില്ലേ. പറ്റുമെങ്കിൽ ആ ക്ഷേത്രത്തിലും കൂടെ ഒന്ന് പോകണം. ക്ഷേത്രത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണം. ആദ്യമായിട്ട് വരുന്നല്ലേ. അർജുമോൻ എവിടെയുണ്ടെന്നോ ലക്ഷ്മിയടുത്ത് എവിടെയുണ്ടെന്നോ അറിയത്തില്ല. ലക്ഷ്മിയടുത്ത് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാനായിട്ട് പോയി പ്രാർത്ഥിക്കാം. മുരുകന്റെ അമ്പലം വന്നല്ലേ പറഞ്ഞേ, അവിടെ പോയി ഭഗവാനോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. അങ്ങനെയൊക്കെ പറഞ്ഞ് ലക്ഷ്മിയമ്മ അങ്ങോട്ട് പോവാണ്. നന്ദയ്ക്ക് സമാധാനമായി. ഇനി എല്ലാവരും പോയിട്ട് വേണം മിഥുനെ ഒന്ന് വിളിക്കാനായിട്ട്. ഈ സമയത്താണ് നന്ദയുടെ ഫോണിലേക്ക് ഗൗതം വിളിക്കുന്നുണ്ട്. എന്താ എവിടെയാന്നൊക്കെ ചോദിക്കാണ്. പിന്നീട് നന്ദ പറഞ്ഞ് ഞങ്ങൾ ചെമ്പൻമേടിലാണ്. ചെമ്പൻമേടിലോ? അങ്ങോട്ട് എന്തിനു പോയതാ? പിന്നെ നന്ദ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓഹോ, അപ്പൊ ഞാൻ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഭയങ്കര ചുറ്റിക്കറക്കം അല്ലേ? പിന്നെ പരിചയമില്ലാത്ത സ്ഥലമാണ് നന്ദ, സൂക്ഷിക്കണം എന്ന് പറയണം. അതെന്തിനാ? ഇവിടെ അച്ഛനുണ്ട്, മാവച്ചനുണ്ട്, എല്ലാവരും ഇല്ലേന്ന് ചോദിക്കണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഹൈ റേഞ്ച് പ്രദേശമാണ്. നീ നാട്ടിൻപുറത്ത് വളർന്ന കുട്ടിയല്ലേ, നിനക്ക് അതിനെക്കുറിച്ച് വല്ല അറിയാവുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നന്ദ പറഞ്ഞു, പിന്നെ ഇതൊക്കെ എന്ത്, ഇതൊന്നും എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. പിന്നെ നന്ദ ഓർത്തു, ഇനിയിപ്പം മിഥുനെ വിളിക്കാം, മിഥുനെ വിളിച്ചിട്ട് വരാൻ പറയാം. അങ്ങനെ നന്ദൻ മിഥുന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. മിഥുനെ വിളിച്ചിട്ട്, മിഥുനെ എല്ലാവരും പോയി വാട്ടോ, നീ ഗേറ്റിന് വെളിയിലേക്ക് വന്നാൽ മതി, ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്നോളാന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും പോയതിന് ഉറപ്പ് വരച്ചതിന് ശേഷം നേരെ മിഥുൻ വന്നു കഴിയുമ്പോഴത്തേനും മിഥുന്റെ ബൈക്കിന് പുറകെ കയറി നന്ദ പോവുകയാണ്. അപ്പൊ നന്ദയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഗാഥയുടെ വീട് ലക്ഷ്യമാക്കിയായിരുന്നു പോയത്. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കടത്തരങ്ങളൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ, എന്നാൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന കാര്യം നന്ദ മനസ്സിലാക്കുവാണ്. ഈ സമയം പിങ്കിയും അവരെല്ലാരും കൂടി അവിടെയൊക്കെ ചുറ്റി കാണാനായിട്ട് പോയേക്കുമായിരുന്നു. പിങ്കി ഇങ്ങനെ ആലോചിക്കുക, നന്ദ എന്തുകൊണ്ടായിരിക്കും വരാത്തെ? അതിനെക്കുറിച്ചൊക്കെ ചിന്തയുണ്ട്. ബാലാജി അവനൊരു തുറുപ്പ് ചീട്ട് തന്നെയാണ്. അവനെ വെച്ചൊരു കളി കളിച്ചാലോ? നന്ദയ്ക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ സമയം തന്നെയാ ഇത്.
അവളെ തനിക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ചിന്തിക്കേണ്ട. ഇതിന്റെ കുറച്ച് താഴേക്ക് പോയി വലിയൊരു കൊക്കയുണ്ടെന്നൊക്കെയാ പറഞ്ഞത്, കഞ്ഞി ബാവച്ചേട്ട പറഞ്ഞത്. അതൊന്ന് പോയി കണ്ടാലോ? എത്ര വലിയ കൊക്കയാണെന്നും അറിയത്തില്ല. അങ്ങനത്തെ ചില ദുർചിന്തകളൊക്കെ നമ്മുടെ പിങ്കിയുടെ മനസ്സിലും ഉണ്ടാകുന്നുണ്ട്. കുറെ പ്ലാനുകളൊക്കെ നടത്തി, അതൊന്നും വിജയിച്ചല്ലോ. ഈ സമയം നന്ദേനെ കൂട്ടി നേരെ മിഥുൻ അങ്ങോട്ട് പോയിരുന്നു. കുറെ ദൂരം ചെന്നപ്പോൾ മിഥുൻ വീട് കാണിച്ചു കൊടുത്തു. ആ കാണുന്ന വീട്. ഞാൻ അങ്ങോട്ട് വരുന്നില്ല, നീ പോയിട്ട് വരാൻ പറയണം. അതെന്താ നീ വരുന്നില്ലാത്തെ? വേണ്ട വേണ്ട, ഞാൻ ഇവിടുത്തുകാരനല്ലേ. എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ചേച്ചിക്ക് മനസ്സിലാവുമായിരിക്കും. അതുകൊണ്ട് വേണ്ട, ഞാൻ വന്നാൽ ശരിയാവത്തില്ലെന്ന് പറയാം. പിന്നെ നീ ആരാ എന്താന്നൊക്കെ 100 ചോദ്യങ്ങൾ വരും. പിന്നെ നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് പോയി കഴിയുമ്പോൾ അത് ശരിയാവത്തില്ലെന്ന് പറയാണ്. ശരി ശരി, നീ വീഴുന്നു, ഞാൻ പോയിട്ട് വരാന്ന് പറയണം. നന്ദ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയാണ്. അങ്ങനെ നന്ദ അങ്ങോട്ട് പോവാണ്. നന്ദ ഇരുമ്പോ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ വീടാ, വലിയ വീടൊന്നുമില്ല. നന്ദയ്ക്ക് ഒരു ഉള്ളിലൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഹിന്ദി ഭാരത്തിലാണെന്നുള്ള ഒരു കാരണവശാലും പറയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാവുമെന്നാ പറഞ്ഞേ. അത് എന്തുകൊണ്ടാന്ന് നന്ദയ്ക്ക് അറിയില്ലായിരുന്നു. ഇതിന് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞിട്ടുമില്ല. പിന്നീട് അങ്ങോട്ട് ചെന്ന് പുറത്താരെയും കണ്ടില്ല. അപ്പൊ നന്ദ ആ പരിസരത്തൂടെ കിടന്ന് ഇപ്പുറത്തെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കുറെ ആടൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് ആടിന് പുല്ലൊക്കെ ഇട്ട് കൊടുത്തോണ്ട് ഒരു ചേച്ചി അവിടെ നിൽക്കുന്നുണ്ടേ. ആ ചേച്ചിനെ കണ്ടപ്പോഴത്തേനും നന്ദ അങ്ങോട്ട് അല്ല, ഗാഥയുടെ അമ്മയല്ലേന്ന് ചോദിക്കുകയാണ്. അതെ, എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. അല്ല, ഞാൻ ഇന്നലെ ഗാഥേനെ കണ്ടായിരുന്നു പറയാം. എന്റെ പേര് നന്ദയെന്ന് പറയണോ? ഓ, മനസ്സിലായി മനസ്സിലായി. ഇന്നലെ അവള് വന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ബാലാജിയുടെ പിടിയിൽ നിന്ന് മോളെ ഓ, ഇപ്പഴല്ലേ? നന്ദ ചോദിച്ചു, അല്ല ഗാഥ എന്തിയെ? അവള് കോളേജിൽ പോയേക്കോ എന്ന് പറയാണ്. പിന്നെ വാ മോളെ, കയറി ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. നന്ദ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ചുറ്റി കാണാൻ വന്ന ആ സമയത്താണ് ഗാഥേനെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് ബാലാജി പോകാൻ നോക്കുന്ന കണ്ടേ. പെട്ടെന്ന് എനിക്കത് സഹിച്ചില്ല, അതുകൊണ്ടാന്ന് പറയണേ. പിന്നീട് ഗാഥയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് പറ്റിയതാ അങ്ങനെയെല്ലാം ചോദിച്ചപ്പോഴത്തേനും പറയാണ്, ബാലാജി സ്വഭാവം അറിയത്തില്ലാഞ്ഞിട്ടാ. മോൾ ഇവിടെ കാണാൻ വന്നോണ്ടാ, ആദ്യമായിട്ട് വന്നോണ്ട് ബാലാജിനെ പരിചയമില്ലാത്തെ. പക്ഷെ അവനൊരു കൊടും ക്രിമിനലാ മോളെ. മോൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല. അവളെ മോൾക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ, അല്ല അവനെ മോൾക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ. അവനെതിരെ സാക്ഷി കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ടാ അവൻ എന്റെ മോളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കണേ. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും അവൾ ഇന്ന് പിന്മാറില്ലെന്ന് പറഞ്ഞാ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മോൾക്കറിയാവോ, അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് അവളും മാത്രമേ ഉള്ളൂ ഈ ജീവിതത്തിൽ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. അവൾക്ക് വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നതെന്ന് പറയാണ്. നന്ദയ്ക്ക് പക്ഷേ എന്താ അച്ഛനുമായിട്ടുള്ള ബന്ധം ഇവരെന്ന് അറിയാൻ കഴിഞ്ഞില്ല. ഇവരോട് അങ്ങനെ നേരിട്ട് ചോദിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞു, ബാ മോള് കയറി ഇരിക്കെന്ന് പറയാണ്. പിന്നെ വീട് എവിടെയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നന്ദ കൃത്യമായിട്ടൊരു പേരൊന്നും പറഞ്ഞില്ല. കാരണം നന്ദയ്ക്കറിയാം അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകപ്പാടെ വള്ളിയാവും. ഇവരൊരു പക്ഷെ ആ സമയത്ത് തന്നെ അച്ഛനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ പിന്നെ പാഞ്ഞു പെറുക്കി ഇങ്ങോട്ട് വന്ന് ആകപ്പാടെ പ്രശ്നവും. അതൊക്കെ നന്ദയ്ക്കറിയാം. അച്ഛനൊരു കാരണവശാലും അറിയാൻ പാടില്ല താനിവിടെ വന്നെന്നുള്ള കാര്യമൊക്കെ. പിന്നീട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ഗാഥ വരുന്നത്. ഗാഥനെ കണ്ട് നന്ദ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ഗാഥ വന്ന് ഓടി വന്ന് നന്ദനെ കെട്ടിപ്പിടിക്കുകയാണ്. കാരണം ഇന്നലെ തന്നെ രക്ഷിച്ചല്ലേ. ആ ചിന്ത ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഓടി വന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുവാണ് നന്ദ. പിന്നീട് നന്ദ ഗാഥനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ. അപ്പൊ ഇനി ഗാഥേനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ നമുക്ക് അറിയണ്ടേ. അവൾ ആരാ, എന്താ, മഹേഷിനുമായിട്ട് ബന്ധം എന്താന്നൊക്കെ അറിയണ്ടേ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.